വണ്ടി കണ്ടുകൂടാ. 1.45 വില വരുന്നുള്ളൂ. ഇതിപ്പോ 12 ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു 1.25 ലോണും കയറില്ലേ. നമ്മുടെ പഴയ ഫിയറ്റിന്റെ പുണ്ടമാണ്. ഇതിന്റെ വരെ നിങ്ങൾ ഇത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് ബോഡി നോക്കിയാൽ നിങ്ങൾ തിളങ്ങുന്നുണ്ടോ? ഇത് 60 VXI വേരിയന്റ്. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പിന്നെ അഡീഷണൽ ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒക്കെ നല്ല കൂടി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ നല്ല കൂടി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കിയോ VXI ആണ്. 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 19 18 സ്പോർട്സ് 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് 75,000 ഓടിയിട്ടുണ്ട്. 75 അല്ലേ? രണ്ടാമത്തെ ആർസിലാണ് നിൽക്കണത്. ഇതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടികളാണ്. അതെ, ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ വൃത്തിയില്ല എന്ന് ആരെങ്കിലും വർക്ക് വില വരുന്നത് നമുക്ക് 2,40,000 രൂപയ്ക്ക് 2014 വണ്ടി കൊടുക്കാം. 2,40 കൊടുക്കാം. 2,40 കൊടുക്കാം. 2,40, 2,50 വരെ വേണമെങ്കിൽ ലോൺ ചെയ്യാം അല്ലേ? നമ്മുടെ ചാനലിൽ റീസെന്റ്, അതായത് കഴിഞ്ഞ ഒരു 1-2 മാസങ്ങൾ കൂടി ഇടയിലൊക്കെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് വന്നിട്ടുള്ള അധികം ആർക്കും പരിചയമില്ലാത്തൊരു ഷോറൂം ആയിരിക്കും ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു പ്രത്യേകത, വലിയൊരു പ്രത്യേകത തന്നെയാണ്. അത് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം കൂടുമ്പോഴേക്കും നമുക്കൊരു വീഡിയോ കിട്ടാറുള്ളൂ. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോറൂമിൽ പോയിട്ട് ഒരു പുതിയ വണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ പോലും ഈ ഒരു പോളിഷോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനേക്കാൾ 100% ബോഡി ക്വാളിറ്റിയിൽ 100 എന്ന് പറഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ കുറഞ്ഞു പോകും. അതിലും കൂടുതൽ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വണ്ടികളാട്ടോ. അതായത് ഞാൻ ഈ കാണിക്കുന്ന ഒരു വണ്ടിയിൽ പോലും ഒരു സിംഗിൾ മൈന്യൂട്ട് സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്തോ. അത്രയ്ക്കും ബോഡി ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതൊക്കെ. അതുപോലെ തന്നെ പിന്നെ എഞ്ചിൻ്റെയും ചേസിൻ്റെയും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാനത് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ എല്ലാം ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഒറ്റനോട്ടത്തിൽ കാണുന്ന സംഗതികളൊക്കെ നല്ല അടിപൊളി കണ്ടീഷനിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് KL64 കാർസ് എന്നാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ആതിരപ്പള്ളി റൂട്ടിൽ പോകുമ്പോൾ പരിയാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേലെയായിട്ട് ഇവരുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വീഡിയോസിൻ്റെ എണ്ണം കുറവായിരിക്കും. കാരണം ഇത്രയും ക്വാളിറ്റിയുള്ള വണ്ടികൾ തപ്പി പിടിക്കാനുള്ള സമയം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ കിട്ടിയാൽ മാത്രമേ ഇവിടെ വീഡിയോ ചെയ്യാറുള്ളൂ. നമ്മൾ എപ്പോൾ ഇതിൽ വരുമ്പോഴും ഒരു 4-5 വണ്ടികൾ ഇവിടെ ഉണ്ടാവാറുള്ളൂ. കാരണം ആ വണ്ടികൾ ക്വാളിറ്റി ഉള്ളത് ഇവരുടെ എണ്ണമായി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാക്കിയാൽ നിങ്ങൾക്ക് നഷ്ടം വരും. മിസ്സാക്കരുത്. കാരണം നല്ലൊരു വണ്ടി നോക്കുന്ന ഒരാൾ പോലും ഈ വീഡിയോ കാണാതിരിക്കരുത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാടധികം ആൾക്കാർ നല്ല ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാറുകൾ നോക്കി നടക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വീഡിയോ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പർച്ചേസ് ചെയ്യുക. ഇതുപോലത്തെ വണ്ടികൾ പർച്ചേസ് ചെയ്യുക. നിങ്ങളെ ഞെട്ടിക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികളുണ്ട്. ഒക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ KL64 യൂസ്ഡ് കാർസിലെ ആൾക്കാരെ ഒന്നും നിങ്ങൾ, അതായത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇതാണ് നമ്മുടെ ജിനിൽ ബ്രോ. വീണ്ടും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം അല്ലേ? 3 മാസം കഴിഞ്ഞു. ഏകദേശം 3 മാസത്തോളമായി. അപ്പോൾ ഒറ്റ കാര്യം ഞാൻ എല്ലാവരോടും പറയുന്ന ഒറ്റ കേസുള്ളൂ. ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള വണ്ടികളുടെ ക്വാളിറ്റി അത് നിങ്ങൾ ഗ്യാരണ്ടി പറയില്ലേ? 100% ക്വാളിറ്റിയിൽ എന്തെങ്കിലും നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ പറയണേലും എന്തെങ്കിലും ഒരു അപാകത നിങ്ങൾ കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുവേണമെങ്കിലും ചെയ്തു കൊടുക്കാം. വരുന്ന ചിലവും വേണം കൊടുത്തേക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ കാണിക്കുന്ന വണ്ടികൾ കണ്ടോ നിങ്ങൾ, ഇത് നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ ജിനിൽ ബ്രോ. പിന്നെ ഇപ്പം ക്വാളിറ്റി ഉള്ളത് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പ്രൈസ് ഡിസ്കൗണ്ടും ബെനിഫിറ്റും കൂടി ഉണ്ടെങ്കിൽ മറ്റുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റിയും കൂടുതലായിരിക്കും, വിലഭാഗം കുറവായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും നല്ല അടിപൊളി കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ നിങ്ങളൊന്ന് പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് വരുന്നത്. ചാലക്കുടി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തേക്ക് പോകണ വഴി പരിയാരം എന്ന് പറഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ അല്ലേ? ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ അയച്ചു കൊടുക്കൂലേ നമ്മൾ? നമുക്ക് എന്താ ഈ മൈക്കിൽ തന്നെ തുടങ്ങിയാലോ? അതായത് ഈ വണ്ടി നോക്കിയോ, ഇത് മോഡൽ ഏതാ? ഇത് 2017 നിസാൻ മൈക്ര XL ഓട്ടോമാറ്റിക് ആണ്. 17 XL ഓട്ടോമാറ്റിക്, അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കണേ. 82,000 കിലോമീറ്റർ വണ്ടി ഓടിക്കണം. ഇതില് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരും. CVT ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉണ്ടോ? മേജർ പോയിട്ട് മൈനർ പോലും ഇല്ല. ഒന്നുമില്ല അല്ലേ? വണ്ടി നോക്കി വന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ വണ്ടികൾ നമുക്ക് കാണും പറയാലോ അതിന്റെ ഒരു വൃത്തി. ഈ 80 ഓടിയതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ചോദിച്ചതിന്റെ കാരണം കേട്ടോ. ഒരു പ്രശ്നമില്ലല്ലോ. ഇത് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടികളാണ്. ഇതെല്ലാരും നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് മാത്രമേ എടുക്കണുള്ളൂ, അല്ലെങ്കിൽ എടുക്കണില്ല വണ്ടികൾ. അതെ, അതാണ് നമുക്ക് ഇത്ര സമയം എടുക്കുന്നത്. ഞങ്ങൾക്ക് വണ്ടികൾ തിരക്കില്ല, പതുക്കെ കൊടുത്താൽ മതി. കൊടുക്കണത് നല്ല വണ്ടി. അതെ, അല്ലെങ്കിൽ പിന്നെ പഴയ പോലെ ഒന്നും അല്ലല്ലോ. ഇപ്പൊ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. ക്വാളിറ്റി ഉള്ളത് നോക്കിയെടുക്കുക, വിലഭാഗം നോക്കിയെടുക്കരുത്. അത് ഞാൻ എപ്പോഴും പറയും, 10 രൂപ കൂടിയാണ് നിങ്ങൾ ഇതുപോലത്തെ വണ്ടി നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് ഒരു പണി ഉണ്ടാവില്ല. ഞാൻ വേറെ കാര്യം കൂടി,
അത് CVT അല്ലേ ഉള്ളൂ. വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങള് പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിലുള്ള ആൾക്കാരാണ് അല്ലേ? നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒരു 25 വർഷമായിട്ട് വർക്ക്ഷോപ്പ് പണി ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഞാൻ ഒരു 10 കൊല്ലത്തിൽ മേലെ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മള് ടൊയോട്ടയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ വണ്ടി ക്വാളിറ്റി മസ്റ്റാണ്. ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യില്ല. വില ഭാഗം കുറവിൽ കിട്ടിയാലും ഞങ്ങൾ പർച്ചേസ് ചെയ്യില്ല. കാരണം അപ്പൊ ഞങ്ങളുടെ ഷോപ്പിൽ ചിലപ്പോൾ ഒരു 15 വണ്ടി ഉണ്ട്. അപ്പൊ ചില ആടുകളിൽ 150-300 വണ്ടി ഉണ്ട്. ഞങ്ങൾ ഒരു 100 വണ്ടി നോക്കിയിട്ടാണ് ഒരു 10 കിട്ടണത് ഞങ്ങൾ. അപ്പൊ അത്രയും ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുന്നത് അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അതായത് ഇപ്പൊ ഇതിലിപ്പോ ഈ 80 ഓടുമ്പോൾ നോർമലി ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. പക്ഷെ ചെറിയ കേസുകൾ ഉള്ളതൊക്കെ ഞങ്ങൾ ക്ലിയർ ആക്കും. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഗ്യാരേജ് ഉണ്ട്. ഞങ്ങൾ തന്നെ പണിയുന്നത് തന്നെ. ഞങ്ങൾ ടെക്നീഷ്യന്മാരായത് ഞങ്ങൾ തന്നെ വർക്ക്ഷോപ്പിൽ പണിയെടുക്കണത്. ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ. കാരണം ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ 10 പണിക്കാരോളം ഉണ്ട്. അവർക്ക് ഒരു വർക്ക് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് കൊടുക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അവിടെ സ്ക്രാച്ച് ഇങ്ങനെ അങ്ങനെ നമ്മുടെ ഷോറൂമിൽ പറയില്ല അല്ലേ? അതായത് നോക്കിക്കോട്ടെ, അതായത് ഇതിന്റെയൊക്കെ ബമ്പറിന്റെ അടിഭാഗത്ത് പോലും ഒരു സ്ക്രാച്ച് ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. എല്ലാ വണ്ടിയും പോളിഷ് ചെയ്തിട്ടേക്കും. ടച്ചിങ് ഉണ്ടെങ്കിൽ ടച്ചിങ് എല്ലാം ചെയ്ത്, മെക്കാനിക്കൽ വർക്ക് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഒരു വണ്ടിക്ക് പോലും വാഷ് ചെയ്ത് കഴുകി തുടച്ചുള്ള കച്ചവടമല്ല. ആക്സിഡന്റ് ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുകയും ചെയ്യും. അങ്ങനെ എടുക്കില്ല ഞങ്ങൾ. ഇപ്പൊ ഒരു ബമ്പർ മാറാം, അങ്ങനത്തെ ഒന്നും വിഷയമാക്കണ്ട. അത് ബമ്പർ ടു ബമ്പർ ഉള്ള വണ്ടികൾക്ക് ഞങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ക്ലിപ്പ് ഇടുന്ന ഭാഗം പൊട്ടിയാൽ റീപ്ലേസ് ചെയ്ത് കളയും നമ്മൾ. 17 ഓട്ടോമാറ്റിക് വണ്ടിയുടെ വിലയും കൂടി നോക്കട്ടെ. ഇത് എല്ലാ ഷോറൂമാലും 4,25,000 രൂപയ്ക്ക് വിൽക്കണ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. നമുക്ക് ഫൈനലിൽ ഒരു 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 4 ലക്ഷം രൂപ. അതായത് നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ 1 രൂപ പോലും കുറയാത്ത വിലയാണ്. ലാസ്റ്റ് പ്രൈസാണ് ഞാൻ പറയുന്നത്. കാരണം ഈ 4,400 എല്ലാവരും വിൽക്കണ വിലയാണ്. 4 ലക്ഷം രൂപ 25,000 കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് അവർ വിൽക്കുന്ന ക്വാളിറ്റി നിങ്ങൾ നോക്കുക. അത് ക്വാളിറ്റി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ നെഗോസിയേഷന്റെ ഒരു കേസിൽ വെറുതെ സംസാരിക്കണ്ട. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടയറുകൾ വേണമെങ്കിൽ എടുത്ത് കാണിച്ചോ. MRF-ന്റെ 4 ടയർ ഇപ്പൊ മാറിയിട്ടുണ്ട്. 10 കിലോമീറ്റർ ഷോപ്പിൽ നിന്ന് ഓടിച്ചു വന്നാൽ ഓടിയിട്ടുള്ളൂ. പുത്തൻ 10 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി അവിടെ. ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ ഇത് വില കുറവിന്റെ കെല്ലിയുടെ ടയർ വേണമെങ്കിൽ മേടിച്ചിടാം, ഫയർ സ്റ്റോണിന്റെ മേടിച്ചിടാം. പക്ഷെ ഇതിനവർ 6 വർഷമാണ് ഞങ്ങളോട് റീപ്ലേസ്മെന്റ് വാറണ്ടി പറയണത്. കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 10 രൂപ കൂടുതലായാലും നല്ല സാധനമായിട്ട് കൊടുക്കാം. ഇവിടെയുള്ള എല്ലാ വണ്ടിക്കും പുത്തൻ ടയറല്ലേ? അടിപൊളി. ഒന്നും ചെത്ത് ടയർ അങ്ങനത്തെ പരിപാടി ചെയ്യില്ല. അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 3.5 സുഖമായിട്ട് ലോണും കയറില്ല? തീർച്ചയായിട്ടും കയറും അല്ലേ? നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാക്സിമം ചെയ്തു കൊടുക്കാം. ഇത് ലേഡീസിനൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇറങ്ങി പോയില്ലല്ലോ. അതെ. അപ്പൊ എന്തായാലും അടുത്തൊരു വണ്ടി കാണിച്ചു തരാം. ഈ വണ്ടി നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടോളൂ. കാരണം ഇത് മോഡൽ ഏതാ? ഇത് 2022 വണ്ടിയാണ്. 22 സിംഗിൾ ഓണർഷിപ്പ്. ഇതിന്റെ കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രത്യേകത. എത്രയാ? വെറും 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 22 5000 ഒക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ, ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? 100% ജെനുവിൻ. 100 അല്ല 150% ജെനുവിൻ അല്ലേ? അതായത് വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിമേ ഒരു 50,000 രൂപയുടെ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് മാത്രം ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഡാഷ് ക്യാമ ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്, പിന്നെ സീറ്റ് കവർ ഇങ്ങനെയുള്ള സ്കർട്ടിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ ചെയ്തിരിക്കുന്ന സീറ്റ് കവറാ. പിന്നെ ഈ ടൈലാകുമ്പോ എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ഇങ്ങനത്തെ ഇതുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അടിയിലൊരു റണ്ണിംഗ് ബോർഡ് വരുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ 22 മോഡലാണ്, മാനുവൽ ആണ്, VXI ആണ് വേരിയന്റ്, സിംഗിൾ ഓണർഷിപ്പ്, വെറും 5000 കിലോമീറ്റർ. ഇതിന്റെ പ്രത്യേകത ഇതിപ്പോ മേടിക്കാൻ കിട്ടില്ല. നമുക്ക് ഷോറൂമിൽ എന്തായാലും പുതിയത് മേടിക്കാൻ കിട്ടില്ല. ഇപ്പൊ പറയുന്നത് 3 സിലിണ്ടർ ആണ്. ഇതാവുമ്പോ 4 സിലിണ്ടർ വണ്ടി. ഒരു ഷോറൂമിൽ ഇറക്കി കൊണ്ടുപോകണോ? കൊണ്ടുപോവാ പുത്ത വണ്ടി കണ്ടൂടെ? അതെ, അത് നിങ്ങളൊന്ന് വന്ന് നോക്കിക്കോട്ടെ. ഞാൻ പറയുന്നൊന്നും നോക്കണ്ട. ഇത് നമുക്കിപ്പോ ഈ കിലോമീറ്ററിലുള്ള വണ്ടി ഫിറ്റിംഗ്സ് ഇല്ലാത്തതിനുള്ള എല്ലാവരും 7,25,000 രൂപ വില ചോദിക്കുന്നുണ്ട്. അതെ. നമുക്കിത് ഫൈനൽ ഒരു 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 7 ലക്ഷം രൂപ ഫൈനൽ പ്രൈസ്. ഇത്ര ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, എല്ലാ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി നമുക്ക് 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അതെ. നല്ലൊരു ഡിപ്രീസിയേഷനിൽ ഒരു പുത്തൻ വണ്ടി തന്നെ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും അടിപൊളി. എല്ലാം സിംഗിൾ ഓണർ വണ്ടിയാട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2017 നിസാൻ മൈക്ര XV ആണ്. പെട്രോൾ വേരിയന്റ്. അതായത് ഇത് ആക്റ്റീവ് എന്ന് പറഞ്ഞ മോഡലിൽ XV വരും അല്ലേ? ഓക്കെ. ഇത് കിലോമീറ്റർ ഓടിക്കണത് 70 ഓടിക്കണത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരും. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ്. ടയറുകൾ ഇത്തിരി പകുതിയുള്ളൂ, ടയറുകളെല്ലാം പകുതിയുള്ളൂ, തീർന്നിട്ടില്ല, പകുതി ഉണ്ട്. 10-20,000 കിലോമീറ്റർ ഓടാനുള്ള ടയറുകളുണ്ട്. ഇന്റീരിയർ ആയാലും നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ്. സീറ്റ് കവറൊക്കെ വേണേ നമുക്ക് ചെയ്ത് കൊടുത്തൂടെ? ചെയ്യാം, നമുക്ക് നോക്കാം. ചെയ്ത് കൊടുക്കാം. സീറ്റാണ് നിലവിൽ കിടക്കുന്നത് അല്ലേ? ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? ഇപ്പൊ എല്ലാ ഇത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങൾ ഇതൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത ഇത് വേണമെങ്കിൽ നമുക്ക് ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. 17 വണ്ടി, പിന്നെ മാനുവല്, പെട്രോൾ. എന്താ വില? ഇത് നമുക്ക് 3,20,000 രൂപയ്ക്ക് കൊടുക്കാം. വേണമെങ്കിൽ 3,30, 3,40 വരെ വേണമെങ്കിൽ ലോൺ ചെയ്യാം. അത് 17 മോഡൽ ഉള്ളതാണ് ഹൈലൈറ്റ്. അപ്പൊ വാഗണർ 17 വണ്ടിക്ക് ആവുമ്പോ
ഇത് 1.2 ആണ് വരുന്നത്. ശരിക്കും ഇതൊരു സ്വിഫ്റ്റിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ? ആ ഒരു ക്വാളിറ്റിയും ആ ഒരു മൈലേജും എല്ലാം കൊണ്ടും കംപ്ലൈന്റും ഇല്ല. അതെ. അപ്പൊ എന്തായാലും 3,20,000 3,20,000 രൂപയ്ക്ക് കൊടുക്കാം. 3,20 തന്നെ ലോൺ ചെയ്യാം. അതിന്റെ മേലെ വേണമെങ്കിൽ അങ്ങനെ മേലെ ചെയ്യാൻ പറ്റും. കാരണം ഒരു വണ്ടി കഴിഞ്ഞ ആഴ്ച കൊടുത്തതാണ്. അടിപൊളി. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ടിയാഗോ ഉണ്ടല്ലോ. ഇത് റയർ കളറാണ്. 2019 ആണ്. XT A എന്ന് പറഞ്ഞ വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ്. അത് മിഡിൽ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണ്. 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. 25,000 ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ്. അതായത് ബേസിക്കലി വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. AMT ആണ് ഗിയർ ബോക്സ് വരുന്നത്. അതെ അതെ, ഇതിൽ AMT ഉള്ളൂ. പിന്നെ സീറ്റൊക്കെ ആ കമ്പനി വന്ന സീറ്റൊക്കെ ചെളിയോ പൊടിയോ ഒന്നും ഇല്ലാണ്ട് 25,764 കൃത്യമായ കിലോമീറ്റർ കേട്ടോ. ഇതില് എന്തെങ്കിലും അപാകത പറയണോ? ഒന്നും അപാകത പറയാനില്ല. ഇത് വണ്ടി കണ്ടാ അറിയാലോ. വന്ന് ഓടിച്ച് നിങ്ങൾക്ക് ഓടിച്ചു നോക്കണമെങ്കിൽ ഓടിച്ചു നോക്കാം. എല്ലാം പക്ക സർവീസിൽ എങ്ങനെ വേണേലും ചെക്ക് ചെയ്യാം അല്ലേ? എങ്ങനെ വേണേലും ചെക്ക് ചെയ്യാം. ഓക്കെ. ഇതിപ്പോ നമുക്ക് എന്താ വില? 19 വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് 4,70,000 രൂപയ്ക്ക് കൊടുക്കും. 470 2019 ഓട്ടോമാറ്റിക്. അത് ലോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി അല്ലേ? ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്തായാലും ഒരാളും കുറ്റം പറയില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. നമുക്ക് ആ ബാക്കിലുള്ള ഒരു അൾട്ടോ കാണിച്ചാലോ? നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അതും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പോളിഷ് ഒക്കെ ചെയ്ത് ഇങ്ങനെ തിളക്കി വെച്ചേക്കാണ്. വണ്ടി തിളങ്ങണുണ്ടോ നിങ്ങൾ? ആൾട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ 2019 ജനുവരി സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ ഓടിക്കുന്നു. 18 മോഡലാ? 18-19 അല്ലേ? 30,000 ഓടിയിട്ടുള്ളൂ. ഞങ്ങൾ ഈ വണ്ടിയുടെ ക്വാളിറ്റി കണ്ടിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തതാ. വിലഭാഗം ഞങ്ങൾക്ക് ഇതിന്റെ ലാഭം മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ക്വാളിറ്റിയിൽ ഞാൻ വളരെ റയറായിട്ട് എനിക്ക് വണ്ടി കിട്ടാറുള്ളൂ. ഇങ്ങനെ ബോഡി ക്വാളിറ്റി വണ്ടി ഓടിക്കാനായാലും ജെനുവിൻ കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉണ്ട്. 30,000 ലോ കിലോമീറ്റർ ആണ്. ഇത് കൊണ്ടുനടക്കണവന് എണ്ണ അടിച്ച് ഓടിച്ചാൽ മതി. വേറെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ ആണ് വരുന്നത്. LXi ആണ് വേരിയന്റ് വരുന്നത്. ഇതിന്റെ വില വരുന്നത് മറ്റുള്ള കമ്പയർ വില ചിലപ്പോൾ കൂടുതലാണെന്ന് തോന്നും. പക്ഷെ വണ്ടി നിങ്ങൾ നേരിട്ടൊന്ന് കാണാം. നേരിട്ട് കണ്ടിട്ട് സംസാരിക്കും. 2,90,000 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. 18-19 അല്ലേ? 30,000 ഫൈനലാണ്. അത് ഓൾമോസ്റ്റ് നമുക്കത് ആ വിലക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അത്ര ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് വില കുറവിന് വേണമെങ്കിൽ ഞാൻ വണ്ടി വേറെ തരാൻ വേണമെങ്കിൽ ഈ 18-19 വണ്ടി വേണമെങ്കിൽ 2.5 വേണമെങ്കിൽ തരണമെങ്കിൽ തരാം. 2.40 വേണമെങ്കിൽ തരണമെങ്കിൽ തരാം. പക്ഷെ ഈ ഒരു വണ്ടി കൊടുക്കാൻ പറ്റൂല. അതായത് ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു രജിസ്ട്രേഷൻ ബോർഡ് വെച്ചാൽ പുതിയതാണേ പറയുള്ളൂ. ഇതിപ്പോ ഈ ഞങ്ങളുടെ ഷോപ്പിന്റെ ഇത് വെക്കുമ്പോൾ ആൾക്കാർ പുത്തൻ വണ്ടിയാണോ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇതിന്റെ അത് വെറുതെ തള്ളുന്നല്ല. ഇത് നിങ്ങൾ വന്നിട്ട് ഈ വണ്ടിന്റെ ഒരു ബോഡി ക്വാളിറ്റി ഒന്ന് കണ്ടിട്ട് വർത്താനം പറയാം അല്ലേ? 290 മാക്സിമം 2.5 സുഖമായിട്ട് ലോൺ തീർച്ചയായിട്ടും കിട്ടും. ഇത് വണ്ടി ഇത് 2015 ഹോണ്ട ജാസ് പെട്രോൾ V ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് ഏറ്റവും ഫുള്ളിന് താഴെ. ഇതിന്റെ പ്രത്യേകത ഇത് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ജാസ്. അതായത് ഒരു കേസ് കൂടി പറഞ്ഞുതരാം. ഈ വണ്ടിന്റെയും നിങ്ങൾ ബോഡിയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? തീർച്ചയായും നോക്കിക്കോ. നമ്മൾ ഈ ബോഡി ക്വാളിറ്റി എല്ലാത്തിന്റെയും പറഞ്ഞു. അല്ല, ഈ മെക്കാനിക്കൽ പരമായിട്ടും ക്വാളിറ്റിയാണ്. ഞങ്ങളെല്ലാം വർക്ക്ഷോപ്പിൽ ചെയ്തിട്ടാണ് ഇവിടെ ഇടണുള്ളൂ ഷോപ്പിൽ. അതായത് ഞാൻ എന്താ പറയുക പറയുന്നത്, ഇപ്പൊ ഈ മെക്കാനിക്കൽ പരമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചെക്ക് ചെയ്തിട്ട് അല്ല, നിങ്ങൾ ആര് വേണമെങ്കിലും ചെക്ക് ചെയ്തു, മെക്കാനിക്കിനെ കൂടി ചെക്ക് ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്തോ. പക്ഷെ അവർ വന്നിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയണെങ്കിൽ ഞങ്ങൾ ക്ലിയർ ആക്കി തരാമെന്ന്. അത്രേ ഉള്ളൂ. ഞങ്ങൾ എല്ലാം ചെയ്തിട്ട് വരുന്നത്. ഇപ്പൊ ഞങ്ങളായാലും മനുഷ്യരല്ലേ, നമുക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ച് ഞങ്ങൾ ചെയ്തു. ബോഡിയിൽ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊന്നുമില്ല എന്നുള്ള ഉറപ്പാണ്. ഞങ്ങൾ ബോഡി ടെക്നീഷ്യന്മാരല്ലേ. അതെ അതെ, നല്ല അടിപൊളി സീറ്റ് കവർ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ വന്നതിന് ശേഷം ചെയ്തതാണ്. അതായത് ഇത് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാന്ന് വെച്ചാൽ ബാക്കി എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഇത് 15 ലാസ്റ്റ് വണ്ടി ആട്ടോ. ഓടിയതോ? 70 ഓടിക്കുന്ന CVT. പിന്നെ നല്ല ഹോണ്ടയുടെ വണ്ടികൾ നല്ല പ്രോപ്പർ സർവീസിൽ പോകുള്ളൂ. അതായത് നോക്കിക്കോളൂ. വിലഭാഗം നമ്മൾ പറയണതേ, ഇതെല്ലാവരും 5 രൂപയ്ക്ക് വിൽക്കണം. എല്ലാ ഷോറൂമിലും 5-10 വിൽക്കണത്. 15 ലാസ്റ്റ് വണ്ടി 5-10 വിൽക്കണത്. നമുക്ക് 490 കൊടുക്കാം. 490. അത് എല്ലാ വർക്കും കഴിഞ്ഞ് കിടക്കണ കാരണം കൊണ്ട് എടുക്കുന്ന ആൾക്ക് കേസ് പറയട്ടെ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റിന് 15 ഇപ്പോഴും ആൾക്കാർ 4.5 വണ്ടിക്ക്. ഇത് CVT ആയതുകൊണ്ട് ഒരു ലാഗ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി. മാനുവൽ ആണെങ്കിൽ വില കൂടുതലാണ് ഞാൻ പറഞ്ഞേ. പക്ഷേ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇത് മിക്ക ഷോറൂമുകൾ 5 രൂപ 5-10 വിൽക്കണത് എല്ലാം. എന്തായാലും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ വെറുതെ ഇനിയിപ്പോ ഞാൻ തള്ളുകയെന്ന് പറയും. ഇതോ ഡീസലാണ്. 2014 VDI ആണ്. 14 വീഡിയോക്ക് ഇങ്ങനെ തിളക്കാൻ പറ്റൂല വണ്ടി. തിളക്കല്ല അങ്ങോട്ട്. 2014 VDI രണ്ടാമത്തെ RC-ലാണ് നിൽക്കണത്. ഇത് 1,05,000 കിലോമീറ്റർ ഓടിക്കണം. ഇത് 85,000 കിലോമീറ്റർ വരെ പ്രോപ്പർ സർവീസ് ഉണ്ട്.
രണ്ടാമത്തെ ആർസി എടുത്തിട്ട് ആള് പുറത്താണ്. അപ്പൊ അടുത്തുള്ള വർക്ക്ഷോപ്പിലെ ചെയ്തായിരുന്നു. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ജെനുവിൻ ആണ്. അത് ഞങ്ങൾ വേണമെങ്കിൽ അഗ്രിമെന്റ് 1,05,000 കിലോമീറ്റർ. 85 വരെ ജെനുവിൻ ആയിട്ട് 85 വരെ 2022 വരെ സർവീസ് ഉള്ള വണ്ടിയാണ്. പിന്നെ അവിടെ ഇതിപ്പോ 2 ടയർ ഫ്രണ്ടിലെ കുറവുണ്ടായിരുന്നു മാറിയിട്ടുണ്ട് അല്ലേ, പുതിയത് മേടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ബാക്കിയുള്ള കിലോമീറ്ററിന് വേണമെങ്കിൽ ഒരു അഗ്രിമെന്റിൽ എഴുതി ഒപ്പിട്ടും കൊടുത്തു. തീർച്ചയായിട്ടും ഇല്ല, സത്യസന്ധമായ കാര്യങ്ങൾ എഴുതി എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. നോണ പറയുമ്പോഴല്ലേ നമുക്ക്. ഇത് വീഡിയോ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ 20 എന്തായാലും മൈലേജ് കിട്ടണം. കിട്ടും. ഒരു റീപ്ലേസ്മെന്റും ഇല്ലല്ലോ, ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സെക്കൻഡ് സർവീസ് ബുക്ക്, എല്ലാ കാര്യങ്ങളും. എനിക്കിപ്പോ തോന്നുന്നു ചെറിയ മക്കൾക്ക് വരെ വീഡിയോയിലൊക്കെ ഓപ്ഷൻ അറിയാം. നമ്മൾ അത്രയും പറയാറുണ്ട്, നമ്മൾ വെറുതെ സമയം കളയണ്ട. നമുക്ക് ഈ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട്, ഇൻഷുറൻസ് ഇപ്പൊ കഴിയാറായിട്ടുണ്ട് വാലിഡിറ്റി. അപ്പൊ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് 3,85,000 രൂപ കൊടുക്കാം. 14 വണ്ടിയാണ്. 14 വണ്ടി 385 ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടി. പിന്നെ ഒരു കുഴപ്പമില്ല, സ്വിഫ്റ്റ് പെട്രോളിന് ആൾക്കാർ അടുത്ത വില. വേറൊരു കേസ് ഉണ്ട് കേട്ടോ. അതായത് ഈ വണ്ടി നിങ്ങൾ വന്ന് കണ്ടിട്ടില്ലേ, നിങ്ങൾ അത് എടുത്തു പോകും അല്ലേ? ഓൾമോസ്റ്റ് ഫൈനൽ പ്രൈസ് അല്ലേ? ഫൈനൽ പ്രൈസ്. ഇൻഷുറൻസ് പുതിയത് നമ്മൾ എടുത്തും കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ മാക്സിമം ഒന്ന് തിളക്കി വൃത്തിയാക്കി എടുക്കാൻ എന്ത് സമയം എടുക്കും? ചുമ്മാ ചോദിക്കാം. അത് ടച്ചിങ് ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ടച്ചിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പോളിഷിംഗ് മാത്രം 2 ദിവസം വേണം. 2 ദിവസം വേണം. കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാം. കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ഇന്റീരിയർ ക്ലീനിങ്, വാഷിംഗ് അങ്ങനെ എല്ലാം 2 ദിവസത്തിന്റെ. പിന്നെ മെക്കാനിക്കൽ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സമയം ഒന്നുമില്ല. ചിലപ്പോൾ ചില വണ്ടികളൊക്കെ ഞങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിൽ ചോദിച്ചതിന്റെ കാരണം എന്താ പറയുക, എന്റെ വണ്ടി ഉണ്ടല്ലോ ഒന്ന് പോളിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ നാക്കി എടുക്കുകയാണെങ്കിൽ സാധനം പൊളിയായിരിക്കും അല്ലേ? ചെയ്തുതരാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിലും കൊണ്ടാ ചെയ്ത് തിരക്കാണ് അവിടെ, ബുക്കിംഗ് ആണ്. വർക്ക്ഷോപ്പിൽ ബുക്കിംഗ്. അതിവിടെ കിടക്കുന്ന വണ്ടിയുടെ ക്വാളിറ്റി കണ്ടാലും ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്വാളിറ്റിയിൽ പണിയണ വണ്ടികൾക്ക് പിന്നെ ബുക്കിംഗ് ഇല്ലാതിരിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോട്ടെ. നല്ല അടിപൊളി വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച വണ്ടികളൊക്കെ. കഴിഞ്ഞിട്ടില്ല, ഇനി ഇത് അതിന്റെ പുറകിലോട്ട് വേറെ ഉണ്ട്, കാണിച്ചു തരാം. ജനറൽ അപ്പോൾ നമ്മുടെ അടുത്ത് പിന്നെ വില കൂടിയ വണ്ടികൾ മാത്രമല്ല, ഇത് അതായത് പറ്റ ലോ ബഡ്ജറ്റ് വണ്ടികളും 100% ക്വാളിറ്റി ഉള്ളതുണ്ട്. ഇതൊക്കെ നോക്കി 2012 ഐട്ടൺ എയറാണ് വരുന്നത്. 12 എയർ, അതായത് 12 ബേസ് വണ്ടി അല്ലേ? രണ്ടാമത്തെ ഓണർഷിപ്പിൽ നിൽക്കണ്. 70,000 ഓടിയിട്ടുള്ള വണ്ടി. 70 ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്, കാര്യമായ ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. 4 ടയറും അത്യാവശ്യം പുത്തൻ ടയർ അല്ലേ? ഫ്രണ്ടിൽ ഇപ്പൊ മേടിച്ചിട്ടുള്ളൂ. ഇന്റീരിയറും കൂടി കാണിച്ചു തരാം. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ. മോഡലിനെ അപേക്ഷിച്ച് ക്ലീൻ ആണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതൊന്നും ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് 2012 വണ്ടി. ഇത് നമുക്ക് വില ഭാഗം വരുന്നത് 1,45 കൊടുക്കും. 1,45 70,000 ഓടിയ വണ്ടി. കാരണം അത്യാവശ്യം വർക്കുകൾ ഞങ്ങൾ ചെയ്തു. അപ്പൊ ടയറുകൾ മാറിയിട്ട് ടച്ചിങ്, പോളിഷിങ് അങ്ങനെ വർക്കുകളൊക്കെ ചെയ്തു. മെക്കാനിക്കൽ വർക്കുകൾ അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കാം. വണ്ടി കണ്ടുകൂടാ. 1,45 വില വരുന്നുള്ളൂ. ഇതിപ്പോ 12 ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു 1-1.25 ലോണും കയറില്ലേ? ലോൺ കയറും. ലോൺ കാലാവധി ചിലപ്പോൾ ഒരു 18 മാസമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 1.5 വർഷമൊക്കെ കിട്ടുമല്ലോ. പക്ഷേ പ്രൈവറ്റ് ഫിനാൻസ് ആയിരിക്കും. പ്രൈവറ്റ് ഫിനാൻസ് ആയിരിക്കും. പരമാവധി എടുക്കാതിരിക്കുക. ഇങ്ങനത്തെ വണ്ടികൾ റെഡി പേയ്മെന്റിൽ എടുക്കായിരിക്കും ലാഭം. മറ്റേ ഒരു ഗുണം ഉണ്ടാവും. കാരണം ഒരു 10,000 രൂപ പേപ്പർ വർക്കിനൊക്കെ പോകുമല്ലോ. അതെ. അപ്പോൾ ഇത് നോക്കിക്കോളൂ. 12 വണ്ടിയാണ് ഈ ക്വാളിറ്റി നിൽക്കുന്നത്. അതാകുമ്പോൾ ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട്. ഇത് നിങ്ങളൊന്ന് കാണണേ. അതായത് നമ്മുടെ പഴയ ഫിയറ്റിന്റെ പുണ്ടമാണ്. ഇതിന്റെ വരെ നിങ്ങൾ ഇത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ബോഡി ഇത് നോക്കിയാൽ നിങ്ങൾ തിളങ്ങുന്നുണ്ടോ? ഇത് ഫ്രണ്ടിലിട്ടിട്ട് ഒരുപാട് ആൾക്കാർ കയറിയതായി വണ്ടി കാണാൻ വേണ്ടിട്ട്. അതെ അല്ലേ? പിന്നെ ടയർ ഭാഗങ്ങൾ 4 പുതുപുത്തൻ ടയർ അല്ലേ? ഇത് 2011 വണ്ടിയാണ്. 11 പൂന്തോ ഡീസലാണ്. അത് നമ്മുടെ കോട്ടറജറ്റ്. അടിപൊളി. ഒരുപാട് ആൾക്കാർ തെരഞ്ഞു നടക്കണ വണ്ടി, പിള്ളേർ സെറ്റുകളില്ലേ? അതെ, പിന്നെ തെരഞ്ഞു നടക്കണ വണ്ടി. അതായത് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ നല്ല മൈലേജ് ഉള്ള വലിയ കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരും. രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ള വണ്ടി. അത് പക്ക ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കസ്റ്റമർ. അത് അറിയുന്ന ഒരു കസ്റ്റമർക്ക് വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾ നോക്കിയാൽ കമ്പനി സീറ്റ് ആണല്ലോ ഈ കാണുന്നത്. അത്ഭുതം തന്നെ അല്ലേ? നല്ല വണ്ടി. ഓടിക്കാനായാലും മെക്കാനിക്കൽ വരെ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നല്ല മൈലേജ് അല്ലേ? ചെറിയ പൈസയുടെ ഡീസൽ വണ്ടി. അതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വണ്ടി. അത് മാത്രമല്ല, ഇതിങ്ങനെ പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതെ 11 മോഡലാണെന്ന് എന്തായാലും ഒരാളും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പറയില്ല. ഇത് പാർക്ക് ആൻഡ് സെയിൽ പാർട്ടി കൂടി ഇട്ടണേ. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. അപ്പൊ നമ്മൾ അത്യാവശ്യം വർക്കുകളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അവരില് 1.5 ലക്ഷം രൂപയാണ് ഇത് പറയണത്. പിന്നെ പാർട്ടി നേരിട്ട് വന്നിട്ട് നമുക്ക് സംസാരിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടണ വിലക്ക് നിങ്ങൾ മേടിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ 1.5 ലക്ഷം രൂപയാണ്. കുറവിന് കിട്ടുന്ന വണ്ടികൾ വളരെ മോശമാണ്. നമ്മളതിൽ നോക്കാൻ പോകുമ്പോൾ കാണാറുണ്ട് വളരെ മോശം വണ്ടികളാണ്. അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. വില ഭാഗത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതെ, ഇത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100% 100% എടുക്കുമ്പോൾ ഒരു 5 രൂപ ചെലവായിക്കോട്ടെ, കൂടുതലായിക്കോട്ടെ, നല്ല വണ്ടി നോക്കിയെടുക്കുക. അതെ,
ഇതൊക്കെ കൊണ്ടുപോയാൽ ഒരു പോയിന്റ് പോലും വഴിയിലാവില്ല. ഇത് ആൾക്കാർ ചോക്കും ചെയ്ത് എവിടെ നിന്ന് എടുത്തേന്ന്. അത് മാത്രമല്ല ഇത് പിന്നെ കിലോമീറ്റർ നമ്മൾ പറഞ്ഞേ ഇത് 1 ലക്ഷം. 1 ലക്ഷം ഓടിയിട്ടുള്ളൂ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഞങ്ങൾ അറിയുന്ന ഒരു ടീമാണ്, അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പ് പറയണത്. അതെ അല്ലേ? നിങ്ങൾ ചെക്ക് ചെയ്തപ്പോഴും വണ്ടി പക്കയല്ലേ? വണ്ടി പക്ക ഓടിച്ചൊക്കെ ഞങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. വണ്ടി ഓടിക്കാനെല്ലാം പക്കയാണ്. അടിപൊളി. പ്രോപ്പർ സർവീസ് കറക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കണം. ഈ ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയുടെ ഉള്ളിൽ എടുക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, അത് മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് 2018 ആണ്. ഡിസയർ VXi ആണ് വേരിയന്റ് വരുന്നത്. അതിന്റെ ബോഡിയൊക്കെ നോക്കി, കളറും നല്ല കളറല്ലേ? നല്ല കളറും. ഇത് ഒരു നീല കളർ ഒന്നുകൂടി ലൈറ്റ് ആയ പോലെ ഉണ്ട് അല്ലേ? നല്ല വണ്ടി സിംഗിൾ ഓണറാണ്. വണ്ടി 60,000 കിലോമീറ്റർ ഓടിക്കണ്. 60 VXi വേരിയന്റ്. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പിന്നെ അഡീഷണൽ ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒക്കെ നല്ല കൂടിയ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ നല്ല കൂടിയ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കിയോ, VXi ആണ്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും. ആ ക്യാമറ ചെറിയ ഒരു സ്ക്രീനാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇന്റീരിയർ ഉണ്ടോ, സീറ്റ് കവറൊക്കെ നല്ല അടിപൊളി കണ്ടീഷനിൽ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഈ 18 ഈ 60 ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ സർവീസ് ഉള്ള വണ്ടികളാണ്. അതെ, VXi ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന പിന്നെ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടി 18 സിംഗിൾ ഓണർഷിപ്പ്, ഒരു റീപ്ലേസും ഇല്ല, കിലോമീറ്റർ. ഇത് നമുക്ക് വില വരണത് 5,40,000 രൂപ വില വരുന്നത്. അത് പക്ക ക്വാളിറ്റി വണ്ടി. നിങ്ങൾ അത് ഓടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പെട്രോൾ വണ്ടി പേടിക്കേണ്ട ആവശ്യമില്ല. അല്ല 18 അല്ലേ? 18 60 ഓടിയിട്ടുള്ളൂ. എന്താ പറയുക, വലിയ കൂടുതലൊന്നും അല്ല അല്ലേ? ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, വില കൂടുതലല്ല. ശരിയാ. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോട്ടോ. നല്ല ക്ലീൻ പീസ് വണ്ടി, അതായത് ഷോറൂമിൽ ഇറക്കി കൊണ്ടുപോകണല്ലേ, ഇറക്കി കൊണ്ടുപോകാം അല്ലേ? എന്തായാലും മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഒരു ഐറ്റം കൂടി കാണിച്ചു തരാം. ഇതാണെങ്കിലും നല്ല കളറാണ്. 2018 സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. സ്പോർട്സ് ആണ്. ഐട്ടൺ രണ്ടാമത്തെ ആർസിലേക്ക് മാറാൻ കൊടുത്തിട്ടുണ്ട്. പേര് മാറാണ്ട് കിട്ടാതെ രണ്ടാമത്തെ ആർസിലേക്ക് മാറാൻ ഞങ്ങളാണ് രണ്ടാമത്തെ ആർസി. 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 19 18 സ്പോർട്സ് 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ആയാലും നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേറെ പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു സ്പോർട്സ് ഓപ്ഷനിൽ അങ്ങനെ എന്തെങ്കിലും വന്നാണോ? അത് ബുക്കിൽ നോക്കേണ്ടി വരും. സ്റ്റീരിയോ ഒക്കെ നല്ല കമ്പനി കൊടുക്കുന്ന ടച്ച് സ്ക്രീൻ ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കമ്പനി കൊടുക്കുന്നത്. ഈ സ്റ്റീരിയോയും കമ്പനി, ഇത് ക്യാമറ കമ്പനി വന്നതുണ്ടോ? അതെ. പിന്നെ അലോയ് വീലും ബട്ടൺ ചാർട്ട് ഒഴിച്ചാൽ ബാക്കി എല്ലാം ഉണ്ട് അല്ലേ? ബാക്കി ഫോഗ് ലാമ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല റെഡ് കളർ വണ്ടിയാണ്. അതും വേറെ കേസ് പറയാം, ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ഷേപ്പ് വന്ന 18 ഫസ്റ്റ് വണ്ടി അല്ലേ? 18 വണ്ടി 30,000 ഓടി. ഇതിന്റെ വില വരുന്നത് നമുക്ക് ലോ കിലോമീറ്റർ ആണ് 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 18 വണ്ടി ലോ കിലോമീറ്റർ, അതും ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി. സ്പോർട്സ്. അതെ. 30,000 സ്വിഫ്റ്റ് ആവുമ്പോൾ 5 രൂപ വില വരില്ല. അതെ. പിന്നെ അതായത് ഒരു ഫാമിലിക്ക് നല്ല വൃത്തിയായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലീൻ പീസ് ചെറിയ വണ്ടി അല്ലേ? കണ്ണടച്ച് മേടിച്ചിട്ടോ? അത് ഞാൻ ഒന്നും പറയില്ല, കാരണം അല്ലെങ്കിലേ കംപ്ലൈന്റ് ഇല്ല ഇതിന്. പിന്നെ തട്ടുമുട്ടും ആക്സിഡന്റും ഇല്ലാതെ ഉറപ്പാണെങ്കിൽ ഗ്യാരണ്ടി, അത്രേ ഉള്ളൂ. ഇതാണെങ്കിലോ? ഇതാവുമ്പോ 2017 ആണ്. ഇത് ഇയോൺ നെറ പ്ലസ് ആണ്. ഇത് 75,000 ഓടിയിട്ടുണ്ട്. 75 അല്ലേ? രണ്ടാമത്തെ ആർസിലാണ് നിൽക്കണത്. ഇതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടികളാണ്. അതെ, ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ വൃത്തിയില്ല എന്ന് ആരെങ്കിലും നമ്മൾ വർക്കുകൾ ചെയ്ത് വരുമ്പോൾ വണ്ടിമേ ഇത്തിരി പ്രൈസിൽ വ്യത്യാസം വരും. കാരണം നമുക്ക് കഴുകി തുടച്ചിട്ടുണ്ടെങ്കിൽ വില കുറച്ച് വിൽക്കാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മളെ ഒരു വിശ്വസിച്ചിട്ട് വരുന്ന കുറെ കസ്റ്റമറുകളുണ്ട്. അതെന്താ, അത് ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്നവർക്ക്. ഇപ്പൊ ഞാനും ഒരു ഗൾഫിലായിരുന്നില്ല, എന്നെ അവിടെ നിന്ന് തന്നെ വണ്ടി കാണാണ്ട് എത്ര ടീമുകൾ തന്നെ എടുത്തിട്ടുണ്ടെന്ന് അറിയാം. വീട്ടിൽ ഞാൻ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ധൈര്യമായിട്ട് ചെയ്യാം, പക്ഷെ അത് ആരും ചെയ്യരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. വന്ന് നോക്കി എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഇവര് വണ്ടി കാണാണ്ട് പേയ്മെന്റ് ഇട്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്നാലും ഇവര് നമ്മൾ ചേട്ടാ എടുത്തോന്ന് പറയണമെന്ന് നമുക്കൊരു സന്തോഷം. അതിൽ വേറെ കേസ് ഉണ്ടോ? പിന്നെ ഇതൊക്കെ ഇപ്പൊ അങ്ങനെ എടുത്താലും നിങ്ങൾക്ക് കണ്ണും പൂട്ടി അങ്ങ് കൊണ്ടുപോകാം. പണിയൊന്നും വരില്ല, ഒന്നും വരില്ല. പെട്രോൾ വണ്ടിക്ക് ഒരു പേടിയും വേണ്ട. അതെ, അതും ഇത് 17 മോഡലുണ്ട്. കിലോമീറ്റർ പറഞ്ഞാൽ ഇത് 75,000 അല്ലേ? പക്ക ജെനുവിൻ, ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. വിലയോ? വില നമുക്ക് 220 വില വരുന്നത്. 220. അത് കൂടുതലാണെന്ന് ഒരിക്കലും ഞാൻ പറയാം, കാരണം ആ ക്വാളിറ്റി ഉണ്ട് വണ്ടി. പിന്നെ 2,20,000 രൂപയാണ്. അത് നിങ്ങൾ എടുത്തോ, ആ പൈസ നിങ്ങൾക്ക് മുതലാണ്. 1 രൂപ പോലും പിന്നെ മുടക്കണ്ട. ഓൾമോസ്റ്റ് ഫുൾ ഓണം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ആക്റ്റീവും കൂടി കിടപ്പുണ്ട്. ഇത് നോക്കിയേ, ഇത് നമുക്ക് 2014 വണ്ടിയാണ്. ഇത് 14 ആണോ? ആക്റ്റീവ്. ഇത് രണ്ടാമത്തെ ആർസിൽ നിൽക്കണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതായത് ഈ വണ്ടിക്ക് വേണമെങ്കിൽ ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റും അല്ലേ? 50,000 ഓടിയിട്ടുള്ളൂ 2014. ഓക്കെ, അതായത് ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ 4 ടയർ, പുതുപുത്തൻ ടയർ. അതുപോലെ തന്നെ ഇതൊരു വെള്ള വണ്ടിയാണ്. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, വെള്ളേൻ്റെ ഒരു തിളക്കം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. റീപ്ലേസ് ഒന്നുമില്ല. ഇതിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും, പിന്നെ സെൻട്രൽ ലോക്ക് വരും. അടിപൊളി.
അത്യാവശ്യം ഫീച്ചേഴ്സ്, ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉള്ള നല്ല ക്ലീൻ പീസ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ പീസ് വണ്ടി കേട്ടോ. ഇത് പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ 1.2 മാനുവൽ അല്ലേ? മാനുവൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ മൈലേജ് കിട്ടും. സ്വിഫ്റ്റ് കൊണ്ടുനടക്കാം. 14 വണ്ടി ക്യൂട്ട് വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഇത് വില വരുന്നത് നമുക്ക് 2,40,000 രൂപയ്ക്ക് 2014 വണ്ടി കൊടുക്കാം. 2,40 കൊടുക്കാം. 2,40 കൊടുക്കാം. 2,40, 2,50 വരെ വേണമെങ്കിൽ ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, അത് കൊള്ളാട്ടോ. എന്തായാലും നല്ല അടിപൊളി വണ്ടിയാണ്. 14 വാഗണർ എടുക്കുമ്പോൾ തന്നെ പ്രൈസ് 3 അടുത്ത് വരില്ലേ? അതൊന്നായിട്ട് കമ്പയർ ചെയ്യരുത്. അത് വേറെ ഒന്നുമല്ല, ഇതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാകും. ഞാനിത് വമ്പ സംഭവം എന്നല്ല പറയുന്നത്, പക്ഷെ ആ വിലക്ക് ആ മോഡലില് ബെസ്റ്റ് ക്വാളിറ്റി വണ്ടിയാണ്. അതെ, നല്ല വണ്ടിയല്ല, നല്ല വണ്ടിയാണ് അല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോ, മാക്സിമം ഫുൾ ഓണിൽ എടുത്തോ. അതുപോലെ തന്നെ ഒരു യോണും കൂടി കാണിച്ചു തരാം. ഇത് 2014 ലാസ്റ്റ് വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡിൽ നിൽക്കണ്. 70,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഓക്കെ, ഇത് എറാ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നത് വരും അല്ലേ? തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതെ അല്ലേ? ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും മോശം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇവര് ചെറിയൊരു കീറുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി കൊടുത്തൂടെ? സീറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തു അല്ലേ? പഴയ വണ്ടിയല്ല, ചെറിയ സീറ്റ് ഒരു ചെറുതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാം മാറേണ്ട വരില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് കുഴപ്പമുള്ള കേസല്ല. ഇവിടെ ഒരാൾ വന്നാല് വണ്ടി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ ഒക്കെ ചെയ്ത് കൊടുക്കാം. വണ്ടി ഇഷ്ടപ്പെട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ട ഒക്കെ ചെയ്ത് തരും കേട്ടോ. കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ രീതിയിലാണ് വണ്ടി സെറ്റ് ചെയ്ത് കൂടെ വെക്കുന്നത്. ഇതിപ്പോ കണ്ടാൽ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം യൂസ്റ്റുകാർ നല്ലത് നോക്കുന്ന ഒരാൾ ഇത് കണ്ടാൽ എന്തായാലും എടുക്കും. തീർച്ചയായിട്ടും. നമ്മളെ വില കുറവിന് വണ്ടികൾ എടുത്തിട്ടേ നമുക്കിവിടെ അറിവിൽ തന്നെ അറിയാം, വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി കയറ്റാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അതെ 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 അതെ. പക്ഷെ അതുകൊണ്ട് പിന്നെ എല്ലാം ഉണ്ടല്ലേ മാർക്കറ്റിൽ. അപ്പൊ നല്ല വില കുറവല്ല, ക്വാളിറ്റി എടുക്കുക. ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും കൊണ്ടുനടക്കാൻ പറ്റും. ഇത് 17 പറഞ്ഞേ? ഇത് 2014. 14 ലാസ്റ്റ് ആണ് വണ്ടി. 14 അമ്പ. ഞാൻ 17 കേട്ടോ ഫസ്റ്റ് കേട്ടെ. ഇത് 14 ആണെങ്കിൽ ഇത് മുതലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ വിലക്ക് കൊടുത്തൂടെ? ഇത് നമുക്ക് 1,80. 1,80. ഇത് 14 വണ്ടി കൂടുതലല്ല, ഇത്ര ക്വാളിറ്റിയുടെ വണ്ടി കൂടുതലെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ഈ ക്വാളിറ്റി ഉണ്ട്. 14 വണ്ടി 1,80. ചെറിയൊരു ഫാമിലിക്ക് ഈ വണ്ടി മതി അല്ലേ? പിന്നെ ഒരു കൊച്ചു കുടുംബത്തിൽ അടിപൊളിയാണ്. 2 വീലർ മേടിക്കണമെങ്കിൽ വില നമുക്ക് അറിഞ്ഞൂടെ? പിന്നെ 1,80 ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബുള്ളറ്റ് വാങ്ങിക്കാൻ പോലും പറ്റൂല. 2029 വരെ പേപ്പർ ഭാഗം ഉണ്ടല്ലോ. അതെ 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 അതെ. 29 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. അതും 14 ആണെന്ന് ആലോചിക്കണം. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ലേ? ഓക്കെ, അപ്പൊ ഈ എപ്പിസോഡ് ലാസ്റ്റ് വണ്ടി കാണിച്ചാലോ? ടിയാഗോ 2016 വണ്ടി. 16 ടിയാഗോ, അത് ഫസ്റ്റ് വണ്ടി അല്ലേ ടിയാഗോയുടെ? ഇത് വേരിയന്റ് വരുന്നത് XM ആണ്. XM എന്ന് പറഞ്ഞാൽ അന്നത്തെ മിഡിൽ ഓപ്ഷൻ അല്ലേ? ഇതില് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും, പിന്നെ സെൻട്രൽ ലോക്ക് ഒക്കെ വരും. ചുരുക്കി പറഞ്ഞ പിന്നെ അതിപ്പോ ഇല്ലാത്ത എന്താ? ബട്ടർ സ്റ്റാർട്ടോ അങ്ങനെ ഈ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതൊക്കെ വിട്. ബേസിക്കലി വേണ്ടുന്ന ഒരു ഉപയോഗിക്കുമ്പോൾ വേണ്ട എല്ലാ സാധനവും ഉണ്ട്. അത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, അതേപോലെ ക്യാമറ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. അതെ അല്ലേ? നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആട്ടോ. ഒരു പോർലോ ചെറിയോ ഒന്നുമില്ല. ഇത് കിലോമീറ്റർ ബ്രോ 55,833 ഓടിയിട്ടുള്ളൂ വണ്ടി. അത്ര ഓടിയിട്ടുള്ളൂ. 16 മാനുവൽ അല്ലേ? നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഇതിപ്പോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിൽ ഇപ്പൊ ഈ പറഞ്ഞതിൽ കൂടുതൽ ഇതിന്റെ ബോഡി എന്ത് ചെക്ക് ചെയ്യാനുള്ളത്? ചെക്ക് ചെയ്യില്ല ഞങ്ങൾ. അവിടെ അകത്തിരിക്കുന്നുണ്ട് ടൊയോട്ടോയുടെ സർട്ടിഫിക്കറ്റുകളാ ഇവര് അതല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇരിപ്പുണ്ട്. അത് നിങ്ങൾ വരുമ്പോൾ നോക്കിയോ. ഓക്കെ, അപ്പൊ എന്തായാലും 16 വണ്ടി 55,000 ഓടിയത്, ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി. എന്ത് വില? ഇത് 3,40 ആണ് വില. 3,40 കൊടുക്കാം. 3,40. 16 വണ്ടി അല്ലേ? 16 വണ്ടി അടിപൊളി കേട്ടോ. അത് എന്താ പറയാ, നല്ല ക്വാളിറ്റി, കിലോമീറ്റർ കുറവാണ്. നല്ല ക്വാളിറ്റിയാണ്. അടിപൊളി. ഞങ്ങൾ ഈ വണ്ടികൾ വില കുറവിന് കിട്ടുന്ന വണ്ടികൾ പർച്ചേസ് ചെയ്യാനില്ല. കാരണം നമ്മളത് പണത് എന്നാലത് എത്ര എത്തില്ല, വൃത്തിയാവില്ല. പിന്നെ നമ്മൾ ഇതിനെ വേറെ പൈസ ചെലവാക്കി അത് കൊണ്ടുപോകണവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്, നമുക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് പർച്ചേസ് ചെയ്യാനില്ല. അതെ, അതായത് കുറെയൊക്കെ എത്തിക്സോടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ? അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സത്യസന്ധമായിട്ടാണ് ചെയ്യണത്. ഞങ്ങൾ ചെയ്യണ കച്ചവടം സത്യസന്ധമായിട്ടുള്ള കച്ചവടമാണ്. അതില് ഒരു ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു കള്ളത്തരം ഞങ്ങൾ ചെയ്യില്ല. അതെ, ഇവിടെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മറ്റുള്ളൊരു കമന്റുകൾ ഇടുന്നത് അത് ഞാൻ നിങ്ങൾ ഷോപ്പിൽ വരണം. വേറൊരു കേസ് കൂടി പറഞ്ഞുതരാം. ഇപ്പോ പിന്നെ നല്ലത് കാണിച്ചാലും ചീത്താന്ന് പറയും, ചീത്ത കാണിച്ചാലും ചീത്താന്ന് പറയും. ഇവ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ഒന്ന് പറയാന്നുള്ളത് ഒരു പരിധി വരെ ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്, ചില ആൾക്കാരുടെ കേട്ടോ. പിന്നെ ഇതിൽ കമന്റ് ഇടണ ഒന്നിലേക്ക് എന്റെ കയ്യിൽ നിന്ന് വണ്ടി മേടിച്ച ഒരു കമന്റ് ഇടാം, നിങ്ങൾ തന്ന വണ്ടി മോശമായിരുന്നു അങ്ങനെ പറഞ്ഞ് കമന്റ് ഇടാൻ ഞാനത് അംഗീകരിക്കും. ഓക്കെ, പക്ഷെ എന്നെ അറിയാത്തവരും എന്റെ ഷോപ്പ് കാണാത്തവരും വണ്ടികൾ കാണാത്തവരാണ് കമന്റ് ഇടുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു വണ്ടി പണിതിറക്കാൻ എത്രമാത്രം ഇത് എഫർട്ട് എടുക്കണ്ടെന്ന് അറിയാം. അപ്പൊ അത്ര ഞങ്ങൾ ചെയ്ത് ഇത്ര വൃത്തിയിൽ കൊടുത്തിട്ട് വരെ ഞങ്ങൾക്ക് നെഗറ്റീവ് കമന്റുകൾ ആൾക്കാർ പറയും. അല്ല, കമന്റ് പറയുന്നവര് അത് എല്ലാ വീഡിയോയിലും പറയും. വണ്ടി വേണ്ടവർ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ഒരു 100-100 വണ്ടിയിലും ഇട്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അല്ലേ? ഇപ്പൊ വീഡിയോ ചെയ്ത് പോയതിനു ശേഷം കുറെ വണ്ടികളൊക്കെ പോയി. അതെ. അപ്പൊ എന്നാലും നമ്മുടെ തൃശ്ശൂർ ജില്ലയില് പരിയാരത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ
KL64 അല്ലേ? അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു ഷോറൂമിലെ കാഴ്ചകളാണ് കണ്ടത്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടോളൂ. നിങ്ങളൊരു വണ്ടി നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് നോക്കിക്കോളൂ. പിന്നെ ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ ക്വാളിറ്റി നമ്മൾ ഇത്രയും സമയം പറഞ്ഞു, ഞാൻ പറയുന്നില്ല, ക്വാളിറ്റി എന്ന് പറയുന്നേ ഇല്ല അല്ലേ? നേരിട്ട് വന്ന് കാണാം. അതെ, നേരിട്ട് വന്ന് കണ്ടോളൂ കേട്ടോ. ഒരാൾ ഇവിടെ വന്നിട്ട് അത് പറ്റൂല, അത് രസമില്ല, അല്ലെങ്കിൽ കൊള്ളില്ലാന്ന് വന്ന് ഇവിടുന്ന് പോകില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. ഞങ്ങൾക്ക് വണ്ടിയുടെ വിലഭാഗം മാത്രം സംസാരിച്ചാൽ മതി. അതെ, ഒരു കസ്റ്റമർ വന്ന വണ്ടി അവിടെ പണി ഇവിടെ പണി അങ്ങനെ സംസാരിക്കേണ്ടി വരും. വിലഭാഗം മാത്രം സംസാരിച്ചാൽ അതെ, ഇതാണ് വില, എടുത്തോണ്ട് വെക്കുക, അത്രയും പറഞ്ഞാൽ മതി അല്ലേ? അതെ, എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരവും തരും. അപ്പം എന്തായാലും ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? കുറച്ചധികം സമയം നമ്മൾ കഥയൊക്കെ പറഞ്ഞിട്ട് അത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് കഥ കൂട്ടി പറഞ്ഞു എന്നുള്ളൂ അല്ലേ? അല്ലാത്തവരൊന്നും സ്കിപ്പ് ചെയ്തിട്ടേ അറിയാവുന്നവർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലം വീഡിയോ ഒരു 3-4 മാസം കഴിയുമ്പോൾ പുതിയ വണ്ടികളായിട്ട് കാണാം അല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും അതുവരെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.